നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അമേരിക്ക സൈനിക നീക്കത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവകാശവാദങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ എന്നാണ് സ്ഥിരീകരണം. സ്വന്തം ഓഫീസിൽ വെച്ചാണ് ഖമനിയ കൊല്ലപ്പെട്ടത്. ആയത്തുള്ള ഖമനിയയുടെ മകളും മരുമകനും പേരക്കുട്ടിയും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഖമനിയ കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഇതുവരെ പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യം. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുന്നതുവരെ ആക്രമണം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ ഖമനിയയുടെ മകൻ മുജ്തബ ഖമനിയെ ഇറാന്റെ പരമോന്നത നേതാവാകുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇറാനെതിരെ സൈനികാക്രമണം തുടരുകയാണെന്ന് US സെൻട്രൽ കമാൻഡും അറിയിച്ചു. കൃത്യവും വേഗതയുമുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും ഇറാനെതിരെ സൈനിക നടപടി ഈ ആഴ്ച ഉടനീളം തുടരുമെന്നുമാണ് അറിയിപ്പിലുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയിലൂടെ പരിഹാരം തേടണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ട യൂറോപ്യൻ നേതാക്കൾ. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവർക്കിടയിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി. തങ്ങൾ സൈനിക ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെന്നും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിച്ച് മെർസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ എന്നിവർ ചേർന്നാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ഇറാന്റെ ആണവ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. കൂടാതെ പ്രാദേശിക അസ്ഥിരത സൃഷ്ടിക്കുന്ന നടപടികളും ആഭ്യന്തര പീഡനങ്ങളും അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു. മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരായ ഇറാന്റെ പ്രതികാരാക്രമണങ്ങളെ നേതാക്കൾ ശക്തമായി അപലപിച്ചു. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചു. എല്ലാ പക്ഷങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നും സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നിയമം മാനിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഇറാനെതിരായ ആദ്യഘട്ട ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെന്നും അതിൽ ഉടൻ പങ്കെടുക്കുവാനുള്ള ഉദ്ദേശമില്ലെന്നും എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ പ്രതിരോധ ദൌത്യങ്ങൾ നിർവഹിക്കുന്നതായും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചു. അമേരിക്കയും ഇസ്രായേലും ടെഹ്റാനിലെ ഭരണകൂടത്തെ ലക്ഷ്യമിട്ട് ബോംബാക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഇറാൻ പ്രതികാര നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഡ്രോണുകളോ മിസൈലുകളോ ആക്രമണത്തിനായി എത്തിയാൽ അവയെ വെടിവെച്ച് തകർക്കുന്നതിനാണ് ഈ സജ്ജീകരണം. ഇതിനിടെ ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കും ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്സ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ താവളങ്ങളിൽ ബ്രിട്ടീഷ് സൈനികരും ചെറിയ തോതിൽ വിന്യസിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ബ്രിട്ടൻ അടുത്തിടെ സൈനിക സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ നിലവിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം ആരംഭിച്ചതോടെ ലോകം യുദ്ധഭൂമിയിൽ. ലോകം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ് ജനത ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിനൊപ്പം അമേരിക്കയും കൂടി ചേർന്നതോടെയാണ് രാജ്യങ്ങൾ തമ്മിൽ വിഘടിച്ചത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും പൂർണ്ണ പിന്തുണയുമായി ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ അടക്കം ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. തങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഗൾഫ് രാജ്യങ്ങളാകെ ഇറാനെതിരെ വരുന്നു. ഇറാനൊപ്പം പിന്തുണയുമായി റഷ്യയും ചൈനയും രംഗത്തെത്തി. സിറിയ, ഇറാഖ്, യമൻ, ലെബനൻ അടക്കം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ഇറാനെ പിന്തുണ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്തുണ നൽകി പാകിസ്ഥാനും രംഗത്തെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കുവൈറ്റ്, ഷാർജ സർവീസുകളാണ് റദ്ദാക്കിയതിൽ കൂടുതലും. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, എത്തിഹാദ്, എമിറേറ്റ്സ്, ഇൻഡിഗോ അടക്കം സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. ലിയോൺ ദി സോളൻ തീരത്ത് ചെറു വിമാനം തകർന്നു വീണ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹാംഷയറിലെ ഗോസ്പോർട്ട് പ്രദേശത്തുള്ള കടൽ തീരത്ത് ശനിയാഴ്ച വൈകുന്നേരമാണ്
അപകടമുണ്ടായത്. ഹാംഷെയർ ആൻഡ് ഐസ്ലൌട്ട് വൈറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചത് പ്രകാരം അഗ്നിശമന സേന എത്തുന്നതിന് മുമ്പ് തന്നെ പൈലറ്റ് വിമാനത്തിൽ നിന്ന് പുറത്തു കടന്നിരുന്നുവെന്നാണ്. വിമാനത്തിൽ പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് HM കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം സ്വയം കരയിലേക്ക് എത്തുകയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാവുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. കടലിൽ പതിച്ച വിമാനം പുറത്തെടുക്കുന്നതിനായി പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഹാംബൽ ലൈഫ് ഫോർട്ട്, കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ, എയർ ആംബുലൻസ് എന്നിവ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ UAE-യിൽ കുടുങ്ങിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ നാട്ടിലെത്തിക്കണമെന്ന അപേക്ഷയുമായി പ്രമുഖ താരം ജോണി ബെയർസ്റ്റോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഈ അഭ്യർത്ഥന നടത്തിയത്. ഇംഗ്ലണ്ട് ലയൺസ് ടീമിനൊപ്പം പരിശീലകന്റെ റോളിൽ അബുദാബിയിലുള്ള ബെയർസ്റ്റോ നിലവിലെ സംഘർഷാവസ്ഥയിൽ ടീമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി ശനിയാഴ്ച പങ്കുവച്ച ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയായി തങ്ങളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാമോ എന്ന് ബെയർസ്റ്റോ എക്സിൽ കുറിക്കുകയായിരുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമായതിനെ തുടർന്ന് അബുദാബിയിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഘർഷ സാഹചര്യത്തിൽ ഇന്ന് നടക്കേണ്ട പാകിസ്ഥാൻ എ ടീമും ഇംഗ്ലണ്ട് എ ടീമും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ഏകദിന മത്സരം സുരക്ഷാ കാരണങ്ങളാൽ റദ്ദാക്കിയിട്ടുമുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കി. താരങ്ങളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ECB വ്യക്തമാക്കി. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്ത്യയുടെ അതിനിർണായകമായ മത്സരം ഇന്ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വൈകിട്ട് 7 മണിക്ക് നടക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം സെമിയിലേക്ക് മുന്നേറാം. നിലവിൽ 2 മത്സരങ്ങളിൽ നിന്ന് ഇരു ടീമുകൾക്കും 2 പോയിന്റ് വീതമാണ് ഉള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വയനാട് ടൌൺഷിപ്പ് യാഥാർത്ഥ്യമായി. ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. 44.33 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ച് 2025 ഏപ്രിൽ 11 സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64.4075 ഹെക്ടർ ഭൂമിയിൽ പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ 410 വീടുകളാണ് നിർമ്മിച്ചത്. 402 കുടുംബങ്ങളിലെ 1662 പേരാണ് താമസമാക്കുക. ടൌൺഷിപ്പിൽ ടെക്നിക്കൽ പ്രൊജക്ട് ഹെഡ് എഞ്ചിനീയർ, ടെക്നിക്കൽ മാനേജർ, 4 പ്രൊജക്ട് എഞ്ചിനീയർമാർ, ഒരു ക്വാളിറ്റി സർവേയർ, പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച ഒരു ഡോക്യുമെന്റ് കൺട്രോളർ, 9 അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ദിവസേന 1500-ലധികം തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയത്. ടൌൺഷിപ്പിലെ വീട് നിർമ്മിക്കുന്നതിന് 299 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 2024 ജൂലൈ 30-നാണ് നാടിനാകെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.